നമസ്കാരം, ഞാൻ പ്രദീപ്. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിൻ്റെ ബാലറ്റ് ബോക്സ് 2K25 സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ഇനി 2 നാൾ മാത്രം ബാക്കി നിൽക്കെ അവകാശവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും വാഗ്ദാനങ്ങളും അപേക്ഷകളും എല്ലാം ഗ്രാമവീഥികളിൽ ഉച്ചഭാഷണികളിലൂടെ മുഴങ്ങുകയാണ്. ഇന്ന് വൈകിട്ടോടെ ഈ ശബ്ദ കോലാഹലങ്ങൾക്ക് സമാപനമാകും. എത്രമാത്രം കോലാഹലങ്ങൾ സൃഷ്ടിച്ചാലും പ്രചരണ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൊണ്ട് ഇളക്കി മറിച്ചാലും ഭൂരിപക്ഷം വരുന്ന വോട്ടർമാർ പറയുന്നത് തങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച ബിംബങ്ങൾ തകർന്നുടയില്ല എന്ന് തന്നെയാണ്. ചിലർ രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായും മറ്റു ചിലർ വ്യക്തി അധിഷ്ഠിതമായും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു അത്രേ. എന്നാൽ ഇതിലൊന്നും പെടാത്ത നിഷ്പക്ഷമതികളാണ് ജയവും തോൽവിയും നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എന്നും ചില രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. ബാലറ്റ് ബോക്സിൻ്റെ ഇന്നത്തെ യാത്ര പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ കൂടിയാണ്. കോട്ടയം ജില്ലയിൽ NDA ഭരണം നടത്തുന്ന പഞ്ചായത്താണ് പള്ളിക്കത്തോട്. തനത് ഫണ്ടും ഒപ്പം കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ചേർത്തും കൃത്യമായ വീക്ഷണത്തോടെ ജനോപകാരപ്രദമായ പദ്ധതികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയെന്ന ആത്മസംതൃപ്തിയിലാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ 15 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് BJP വക്താക്കൾ പറയുന്നു. ഭരണത്തുടർച്ചയും ഇവർ 100% ലക്ഷ്യമിടുന്നു. NDAയുടെ ഭരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെ സംതൃപ്തി ഉളവാക്കുന്നതാണ്. കാരണം അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഭരണസമിതി മുൻകൈ എടുത്തത്. പൊതുജനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ടൗണിൽ വരുന്ന ജനങ്ങൾക്ക് ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു നമ്മുടെ പഞ്ചായത്ത് ഉണ്ടായത്. അത് നമ്മൾ വന്നതിന് ശേഷം ആദ്യം മുൻകൈ എടുത്ത് ചെയ്തത് അതായിരുന്നു. അതിന് ഒരു വഴിയിടം എന്ന പേരിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും സംസ്ഥാന ശുചിത്വ മിഷൻ്റെ ഫണ്ടും എല്ലാം കൂടെ കൂടിക്കൊണ്ട് വഴിയിടം എന്ന പേരിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ 100ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ബസ് സ്റ്റാൻഡ്, നമ്മൾ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിച്ചു. കുഴിച്ചിട്ട് തന്നെയാണ് പൈപ്പ് ഇടുന്നത്. അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ അധീനമുള്ള വാട്ടർ അതോറിറ്റിയാണ് ഈ റോഡുകൾ കുഴിച്ചിട്ട് ജലജീവൻ പദ്ധതി നടപ്പാക്കേണ്ടിയിരുന്നത്. അത് റീസ്റ്റോറേഷനാണ് അവർ വൈകിയത്. പൈപ്പെല്ലാം ഇട്ടു. സർക്കാരിൽ നിന്ന് കിട്ടിയ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ ഫണ്ട് തീർന്നപ്പോൾ തിരിച്ചുള്ള റീസ്റ്റോറേഷന്റെ ഫണ്ട് നടന്നില്ല. അപ്പൊ ആ റീസ്റ്റോറേഷൻ നടക്കേണ്ടത് അത് സംസ്ഥാന സർക്കാരിന്റെ അധീനമുള്ള വാട്ടർ അതോറിറ്റിയാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്, പഞ്ചായത്തല്ല. സമസ്ത മേഖലകളിലും എന്ന് പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഗുണഭോക്താക്കളായിട്ടുള്ള ഓരോ വീട്ടിലും, ഒരു വാർഡിലും 350 വീടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 300 വീടുകളിലും എന്തെങ്കിലും പഞ്ചായത്തിന്റെ ഒരു ഗുണഭോക്ത വിഹിതം കിട്ടാത്തൊരു വീടുമില്ല. PT ഉഷ MP പള്ളിക്കത്തോട് പഞ്ചായത്തിനെ ഏറ്റെടുക്കുകയും നമ്മൾ ഏതാണ്ട് 75ഓളം പ്രോജക്റ്റുകളാണ് നമ്മൾ വില്ലേജ് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏതാണ്ട് ഒരു 50% പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമല്ല, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും പ്രോജക്റ്റുകളെല്ലാം ഇതിനകത്ത് വരും. ഒരു സാഗി പദ്ധതിയിൽ ഒരു പഞ്ചായത്ത് എടുത്താൽ എല്ലാ പ്രോജക്റ്റുകളും ആ സാഗി പദ്ധതി വരും. അപ്പൊ ഏതാണ്ട് 80% പദ്ധതികൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. സംസ്ഥാന സർക്കാർ അതിനകത്തൊരു കൈ തന്നാൽ നമ്മൾ ഉറപ്പായും നമ്മുടെ അരീക്കുഴി ടൂറിസം എന്ന് പറയുന്ന ഒരു വലിയൊരു വികസനത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത MLAയും ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത MPയും ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കണം. നമ്മളെ കേന്ദ്രത്തിൽ നിന്നുള്ള സകല സഹായങ്ങളും തരാമെന്ന് പ്രധാനമന്ത്രി തന്നെ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ പിൻബലത്തോടെ ഇത്തവണ മത്സരത്തിനിറങ്ങുമ്പോൾ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? 100% ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA പള്ളിക്കത്തോട് പഞ്ചായത്തിൽ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. LDF ആകട്ടെ കഴിഞ്ഞകാല ഭരണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അനുഭവ സമ്പത്തുള്ള ഊർജ്ജസ്വലരായ സ്ഥാനാർത്ഥികളുമായി രംഗത്തുണ്ട്. ഇക്കുറി ഭരണം പിടിച്ചെടുക്കുമെന്നാണ് ഇവരുടെ വാദം. വളരെ വാഗ്ദാനങ്ങൾ വളരെയധികം കൊടുത്തുകൊണ്ട് തന്നെയാണ് BJP അധികാരത്തിലേക്ക് വന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഒട്ടേറെ ആനുകൂല്യങ്ങൾ പഞ്ചായത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസം അവർ ജനങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ ഭരണത്തിലേക്ക് എത്തിയത്. പക്ഷേ ഈ 5 വർഷക്കാലം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പള്ളിക്കത്തോട് പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റും ഇപ്പോൾ ബ്ലോക്ക് മെമ്പറും ഇനി പുതിയ 8ാം വാർഡിലെ ജനങ്ങളെ സേവിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമാണ് ജോമോൾ മാത്യു. എന്താണ് കഴിഞ്ഞകാല BJP ഭരണത്തെ പറ്റി അല്ലെങ്കിൽ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ ഭരണത്തെ പറ്റിയുള്ള പൊതുവായ അഭിപ്രായം? പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ ഭരണത്തിൽ BJP അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിച്ചത് കേന്ദ്രത്തിൽ അവർക്ക് ഭരണം ഉള്ളതുകൊണ്ട് അവര് ഏറെ കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്യുമെന്നാണ് ആൾക്കാർ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷയ്ക്കൊക്കെ ഒരിക്കലും അവർക്ക് ഉയരാൻ പറ്റിയില്ല. ആകപ്പാടെ PT ഉഷ ഈ ഗ്രാമം ദത്തെടുത്തപ്പോൾ ആ ദത്തെടുത്ത ഇതില് കുറച്ച് ലൈറ്റുകൾ വന്നു. ഇവിടെ ഒരു ടർഫ് പോലത്തെ വലിയ ആധുനിക രീതിയിലുള്ള ഒരു
സ്പോർട്സ് കളിക്കളം. ഹബ്ബ് കളിക്കളം വരുമെന്നും പറഞ്ഞ് അനിക്കാടൊക്കെ അതിന്റെ വസ്തുവിന്റെ എന്തൊക്കെയോ കൈമാറ്റമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ട് ഫലത്തിൽ ഒന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. പൊതു ശ്മശാനമുണ്ടോ പള്ളിക്കത്തോട് പഞ്ചായത്തിൽ? പള്ളിക്കത്തോടുള്ള പൊതു ശ്മശാനമില്ല. അതൊരു അപര്യാപ്തമല്ലേ? അതെ, പൊതുവായിട്ടുള്ള അപര്യാപ്തതയാ. അത് അപര്യാപ്തതയാ. MCFന്റെ അഭാവം. MCFന് സ്ഥലമൊക്കെ എടുത്തിട്ടേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. അതൊക്കെ വലിയൊരു അപര്യാപ്തതയാണ്. കഴിഞ്ഞ കാലത്ത് ഇവിടെ പൊതുശ്മശാനത്തിന് വേണ്ടിയൊക്കെ സ്ഥലം എടുക്കാൻ വേണ്ടി നോക്കിയത്, അതെല്ലാം ആൾക്കാരുടെ എതിർപ്പും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മാറിപ്പോയതാണ്. ഇപ്പൊ LDF അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായിട്ട് തീരുമാനിച്ച് LDFന്റെ നേതൃത്വത്തിൽ എവിടെയെങ്കിലും അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും. 46 സെന്റ് സ്ഥലം നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് MCF ഉണ്ടാക്കാൻ വേണ്ടി 46 സെന്റ് സ്ഥലം നമ്മൾ വാങ്ങി. അത് പൊതുശ്മശാനത്തിനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പ്രതിപക്ഷ സംഘടനകൾ സമ്മതിക്കില്ല എന്ന് പറയാൻ കാര്യം വെച്ചാൽ ഓൾറെഡി അവിടെ ഒരു ശ്മശാനത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ്. എങ്കിൽ പോലും അവര് ഇത് നമ്മൾ കൊണ്ടുവരണ്ടെന്നാണ് അവർ പറയുന്നത്. 2020 കൈവിട്ടുപോയ ഭരണം ഏത് വിധേനയും തിരിച്ചു പിടിക്കാൻ ഉറപ്പിച്ച് സധൈര്യം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുകയാണ് UDF. തീർച്ചയായിട്ടും ഞങ്ങൾ തിരികെ പിടിച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 5 കൊല്ലം അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകി വന്നെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ ഇതിലെ കടന്നു വന്നപ്പോൾ കാണും ഗ്രാമീണ റോഡുകൾ, പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകളില്ല, പിന്നെ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാലും ആൾക്കാർക്ക് ഒരു സർട്ടിഫിക്കറ്റിന് പോലും കിട്ടാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല ഇതുള്ളതുകൊണ്ട് ജനങ്ങൾ വളരെ ഇതിലാണ്. പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ആണെങ്കിലും ഇപ്പോഴത്തെ ഈ നയങ്ങൾക്കെതിരെയുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അത് തീർച്ചയായിട്ടും UDF ഈ വേള കുറഞ്ഞതൊരു 10 സീറ്റോടുകൂടിയെങ്കിലും പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തും. സ്റ്റേഡിയം വികസിപ്പിക്കും, അവിടെ അരീക്കുഴി ടൂറിസം പദ്ധതിയുണ്ട്, അത് വികസിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നിട്ടില്ല. അതിനു മുമ്പ് UDFന്റെ കാലത്ത് ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത കാര്യങ്ങൾ ഇപ്പം എന്നുള്ളൂ. അന്ന് ചെയ്തതിന് ബാക്കി പോലും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവരെ കൊണ്ട് ഇവിടെ ഒരു ബഡ് സെന്റർ ഉണ്ടായിരുന്നു. 5 കൊല്ലം മുമ്പ് അത് പൂർത്തീകരിച്ച് അവർ ഇറങ്ങിപ്പോയതാണ്. പക്ഷെ എന്നിട്ട് ഇപ്പോൾ ഈ ഇലക്ഷൻ വരുമ്പോഴാണ് ഒരു കഴിഞ്ഞ മാസം അത് ഉദ്ഘാടനം ചെയ്തതിന് ഒരു പ്രവർത്തനം തുടങ്ങി. 5 കൊല്ലം അവിടെ കാടും പിടിച്ച് കെട്ടിടത്തിന് മുകളിലായിട്ട് പിന്നെ കാട് കയറി കിടക്കുമായിരുന്നു. അരുവിക്കുഴി വികസനം, അവിടുത്തെ ടൂറിസം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമായി അതൊന്നും ചെയ്തില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. അതിനകത്ത് നമ്മൾ ഈ കഴിഞ്ഞ അൽഫോൺസ് കണ്ണന്താനം മിനിസ്റ്റർ ആയിരുന്നപ്പോൾ നമ്മൾ ഇതിന്റെ പ്രോജക്റ്റ് കേന്ദ്രത്തിലേക്കും കൊടുത്തു, സംസ്ഥാന സർക്കാരിലേക്ക് കൊടുത്തു, MLA കൊടുത്തു, MP മാർക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഇതിനകത്തൊരു സാങ്കേതികമായ പ്രശ്നമുണ്ട്. നമ്മുടെ ഭരണഘടന പ്രകാരം സംസ്ഥാന സർക്കാർ അറിയാതെ ഒരു കേന്ദ്ര പദ്ധതി പോലും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കാൻ പറ്റില്ല. ഇത് ഒരു ഭരണഘടനയുടെ ഒരു ബൈലോ ആണത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് നമ്മളൊരു 40% ഇതിന്റെ ഫണ്ട് തരേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവർ ഈ പ്രോജക്റ്റ് വെക്കുമ്പോൾ ആദ്യം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കും, നിങ്ങൾ 40% തയ്യാറാണ് ഈ പ്രോജക്റ്റ് ഞങ്ങൾ അനുവദിക്കാം. അപ്പൊ അവർ പറയും പറ്റില്ല, ഞങ്ങളുടെ കാശില്ല എന്ന് പറയും. ഇതേ സംഭവമാണ് സടക്ക് യോജന റോഡുകൾ വരുന്നത്. സടക്ക് യോജന റോഡുകളിൽ 60% കേന്ദ്ര ഗവൺമെന്റ്, 40% സംസ്ഥാന സർക്കാരുമാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത് 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന് പറയും. സംസ്ഥാന സർക്കാർ കാശില്ലാത്തതുകൊണ്ട് പറയും ഇത് സടക്ക് പ്രധാനമന്ത്രിയുടെ റോഡാണ്, ഇത് പ്രധാനമന്ത്രി വന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. നമുക്കൊരു റോഡുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട KK റോഡിൽ നിന്നും നമ്മുടെ അരീക്കുഴ ടൂറിസത്തിലേക്ക് വന്നിരിക്കുന്ന റോഡ് ഇതേ പ്രശ്നത്തിലാണ്. 60% പൈസ റെഡിയാണ് കേന്ദ്രത്തില്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇട്ട് തല്ലി 3-4 കൊല്ലമായിട്ട് അതിനുണ്ടായിരിക്കുന്ന സ്വാഭാവികമായിട്ടും അതിന്റെ ഹൈപ്പ് വരും. 4 വർഷം കഴിയുമ്പോഴത്തേനും പൈസക്ക് കൂടും. ആ ചെലവ് വഹിക്കേണ്ടവരാണ് സംസ്ഥാന സർക്കാരാണ്. അവരെന്തുകൊണ്ട് അത് എടുക്കാഞ്ഞിട്ട് ഇപ്പൊ ആ റോഡുകൾ പോലും എന്തിനും മുടങ്ങിക്കിടക്കാണ്. ഇനി ജനഹൃദയം. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് മിക്കയിടങ്ങളിലും കേൾക്കുന്ന പരാതി. റോഡുകൾ നടക്കുന്നില്ല. പഞ്ചായത്തിന്റെ ഭരണം ഒരു വഴിക്ക് പോലും ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വഴിയാണ് എന്നാ പറഞ്ഞത് സാർ ഇതിലേക്ക് ഒന്ന് ചുമ്മാന്നായിരുന്നേ. വഴി ഒറ്റ വഴിയില്ല, വഴി മുഴുവൻ പോയി കിടക്കും. ഒരു വഴിയെ വണ്ടി കയറിപ്പോ കയറിപ്പോ 50 രൂപയുടെ ഓട്ടോ ഓടിയാൽ 150 രൂപ. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തരല്ല. BJP ഭരണം വളരെ മോശമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ വഴികൾ, ഗ്രാമീണ റോഡുകൾ വളരെ മോശമായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഒരു റോഡുകളിൽ തന്നെ മെച്ചപ്പെട്ട റോഡുകളില്ല. മാറ്റം ഉണ്ടാവണം, നാട് നന്നാവണം. ഇവിടുത്തെ റോഡ് ഒറ്റ ഒരെണ്ണം പോലും നന്നായിട്ടില്ല. നിങ്ങളാണെങ്കിലും വണ്ടിയെ കയറി ഞങ്ങൾ വേണം കാണിക്കാം. ഒരു ആവറേജ് എന്നുള്ള പറയാനേ പറ്റുള്ളൂ. അറിയാൻ വെള്ളം ഇല്ല. അവിടെ കുളമൊക്കെ ഉണ്ട്. ഞങ്ങൾ വിലയ്ക്ക് മേടിച്ചത് ജയിച്ചു വരുന്നത് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വർഷം കളഞ്ഞു. ഒരാളോട് പറയുമ്പോൾ ജോമോളോട് പറ, ജോമോളോട് ചോദിക്കും പറയും ഫണ്ട് തീർന്നു പോകുന്നത്. ല്ല അതുകൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. വികസനം തുടർപ്പണം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ വികസനം നടന്നെന്ന് പറഞ്ഞാൽ അത് LDFന്റെ വികസനം അവിടെ നടത്തിയിരിക്കുന്നത്. ഈ വഴി ഇതുപോലെയുള്ള റോഡുകളെല്ലാം ജയരാജ് സാറിന്റെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പൈസയും
അതുപോലെയാണ് ഇവിടെയുള്ള പോക്കറ്റ് റോഡുകളും എല്ലാ കാര്യങ്ങളും. പഞ്ചായത്തിന്റെ രീതിയിൽ നടന്നിട്ടില്ല. എന്തെങ്കിലും നല്ല പുതിയ പുതിയ എന്തെങ്കിലും കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ വെറും ഒരു വോട്ടർ എന്നുള്ളത്. ശക്തമായ മത്സരമുണ്ട്. പഞ്ചഭാര ഭരണം നല്ല തൃപ്തരല്ല. എന്താണ് പോരായ്മ ചൂണ്ടിക്കാണിക്കാൻ? പോരായ്മ വാക്ക് കുറേ പാലിക്കുകയല്ല. സാധാരണക്കാരനെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഭരണത്തിലൊക്കെ കുഴപ്പമൊന്നും ഇതുവരെ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. സന്തോഷമാണ്. ഈ പരിണാമം പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടി തന്നെ ഭരിക്കുകയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയുടെ ഭരണമായിരുന്നു. ഇപ്രാവശ്യം ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. എന്താ അവരുടെ ഭരണത്തിലുണ്ടായ വൈകല്യം? ഭരണത്തിലല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പ്രഗത്ഭനായ മറ്റ് സ്ഥാനാർത്ഥികളുണ്ട്. മറ്റു പല പാർട്ടികളുണ്ട്. പാർട്ടി ബന്ധത്തിലൊന്നും അല്ല വോട്ട് ചെയ്തത്. നമ്മൾ ആൾക്കാർ എങ്ങനെയുണ്ടെന്ന് നോക്കി അവരുടെ ബേസിലെ വോട്ട് ചെയ്തു. സർക്കാർ ലോട്ടറിയുടെ വില കൂട്ടി, കമ്മീഷൻ കുറച്ച്, പ്രൈസ് ഇല്ല ഇപ്പം. അതുകൊണ്ട് ഭയങ്കര മടുപ്പാ. ജീവിതം ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഒത്തിരി പേർക്ക് ഇത് ടിക്കറ്റ് ഇരുന്ന് പോവാ. പക്ഷെ ടിക്കറ്റ് ആരും എടുക്കുന്നവർക്ക് വല്ല പ്രൈസും കിട്ടിയാലല്ലേ ഒരാൾ പിന്നെ ആണെങ്കിലും എടുക്കുള്ളൂ. 10 എടുക്കുന്നവർ വരെ ഒരെണ്ണത്തിലേക്ക് ചുരുങ്ങിയ അവസ്ഥയിൽ. കഴിഞ്ഞ കാലം തന്നെ ഇവിടെ പള്ളിക്കത്തോട്ട് BJP ഭരിച്ചിട്ട് ഒരു കോപ്പും ചെയ്തില്ല. അങ്ങോട്ട് പോവാ, ഈ ആളുകളുടെ അങ്ങോട്ട് പോവാ, റോഡിൽ ഒരു സൈഡും കാണത്തില്ല, ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കത്തില്ല, അതുപോലെ പള്ളം കയറി കിടക്കുക. അപ്പൊ അതൊക്കെ മാറ്റി കൊടുക്കണം അത്യാവശ്യമാണ്. അത് തൊഴിലുറപ്പുകാരെ കൊണ്ട് ചെയ്യിക്കണം. 5 ഏക്കർ 8 ഏക്കർ സാധനമുള്ളവരുടെ മാന്തി പെറുക്കിട്ട് അവനൊരു ബോണ്ടായി ഒരു കാപ്പിയും അവന് മുടക്കുള്ളൂ. അതിനോട് എനിക്ക് 100% വിയോജിപ്പാണ്. PT ഉഷ ദത്തെടുത്ത കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ പ്രത്യേക ഫണ്ട് ലഭിച്ച പഞ്ചായത്തിൽ അത് വേണ്ടവണ്ണം വിനിയോഗിക്കാനുള്ള ഭരണപരിചയമില്ലാത്തവരാണ് പഞ്ചായത്ത് ഭരിച്ചത് എന്നാണ് പ്രതിപക്ഷ ആരോപണം. ആകെ വന്നത് PT ഉഷയുടെയും ജോർജ് കുര്യൻ്റെയും സുരേഷ് ഗോപിയുടെയും ചില പദ്ധതികൾ വന്നു. അവയൊന്നും അത്രമാത്രം പ്രസക്തമായ കാര്യങ്ങളല്ല. ലൈറ്റുകൾ ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നു പോയത്. പഞ്ചായത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന, ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പദ്ധതിയും ഈ കാലഘട്ടത്തിൽ വന്നില്ല. കുറുക്ക് വഴിയിൽ കൂടി നേടിയ ഭരണമാണെന്നും ഇത്തവണ അത് തുടരില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ഉറച്ച വിശ്വാസം. BJPയുടെ മൊത്തത്തിലുള്ള മെച്ചമൊന്നും അല്ല. അതിനൊക്കെ വേറെ വേറെ ചില അടിയൊഴുക്കുകൾ ഉണ്ടായിരുന്നു ഭരണം പിടിക്കാൻ വേണ്ടി. പള്ളിക്കത്തോടിൻ്റെ ഹൃദയം തുടരുമോ മാറുമോ? ഈ ബാലറ്റ് ബോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. ഗുഡ് ബൈ.